എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാർക്ക് അവരുടെ സ്വന്തം സർക്കാരിനെതിരെ, അതായത് അവരെ നിയമിച്ച സർക്കാരിനെതിരെ തന്നെ കോടതിയിൽ പോകേണ്ടി വന്നത്? ശരിക്കും എന്താണ് ഈ പ്രശ്നത്തിന് പിന്നിൽ? നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രശ്നത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ക്ഷാമബത്ത അഥവാ ഡിയർനെസ് അലവൻസ് ആണ്. നമ്മൾ DA എന്നൊക്കെ പറയില്ലേ. സംഗതി സിമ്പിളാണ്. ഈ വിലക്കയറ്റമൊക്കെ ഉണ്ടാവുമ്പോൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി ശമ്പളത്തിന്റെ കൂടെ കൊടുക്കുന്ന ഒരു അധിക തുകയാണിത്. പക്ഷേ ഈ പൈസ കൃത്യസമയത്തേക്ക് എത്താതെ വരുമ്പോഴാണ് അത് കുടിശ്ശികയായി മാറുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിന്റെ തുടക്കത്തിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ ശമ്പള വർധനവ് കൊടുക്കാതൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഈ തർക്കത്തിന്റെ എല്ലാ മൂലകാരണം എന്താണെന്ന് നോക്കാം. സത്യത്തിൽ സംഭവിച്ചതിതാണ്. സംസ്ഥാന സർക്കാർ പല തവണകളായിട്ട് കൊടുക്കേണ്ടിയിരുന്ന ഈ ക്ഷാമബത്ത അല്ലെങ്കിൽ DA കൊടുത്തില്ല. ഓരോ തവണയും അത് മുടങ്ങുമ്പോൾ ജീവനക്കാർക്ക് കിട്ടാനുള്ള പൈസ ഇങ്ങനെ കൂടിക്കൂടി വന്നു. ഒരു വലിയ കടമായിട്ടത് മാറി. ഇതൊരു ചെറിയ തുകയല്ല കേട്ടോ. ഓരോ മാസത്തെയും ബഡ്ജറ്റിന് താളം തെറ്റിക്കുന്ന അവരുടെ ജീവിത ചെലവിനെ നേരിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ സർക്കാർ ഈ പണം കൊടുക്കാതെയായപ്പോൾ ജീവനക്കാർക്ക് പിന്നെ വേറെ വഴിയില്ലാതായി. ഒടുവിൽ അവർ നിയമത്തിന്റെ വഴി തന്നെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. കോടതിയെ സമീപിച്ചു. ഇത് ഒരാളോ രണ്ടാളോ ചെയ്തൊരു കാര്യമല്ല. ഇതൊരു കൂട്ടായ നീക്കമായിരുന്നു. സാധാരണ സർക്കാർ ജീവനക്കാർ, സർവകലാശാലകളിലെ ജീവനക്കാർ, പിന്നെ അവരുടെയൊക്കെ സംഘടനകൾ എല്ലാവരും കൂടെ കേരള ഹൈക്കോടതിയിൽ ഒരുപാട് കേസുകൾ ഫയൽ ചെയ്തു. അവരുടെ ആവശ്യം വളരെ വ്യക്തമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടാനുള്ള DA കുടിശ്ശിക മുഴുവനായിട്ട് തരണം. ചില കേസുകളിൽ അവർ കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിച്ചു. മുഴുവൻ തുകയും ഉടനെ തരാൻ പറ്റിയില്ലെങ്കിൽ കിട്ടാനുള്ളതിന്റെ ഒരു 25%, അതായത് 1/4 അടിയന്തരമായി അനുവദിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരു വശത്ത് ജീവനക്കാർ, മറുവശത്ത് സർക്കാർ. ഈ ഒരു തർക്കത്തിൽ കോടതിയുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു? എന്താണ് കോടതി പറഞ്ഞതെന്ന് നോക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വന്നത് 2023 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നാണ്. അവർ വളരെ ശക്തമായൊരു നിലപാടെടുത്തു. അവർ പറഞ്ഞതിതാണ്, സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാം, ട്രഷറിയിൽ പ്രശ്നങ്ങളുണ്ടാകാം, അതൊന്നും പക്ഷേ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണമായി പറയാൻ പറ്റില്ല. ഇത് ജീവനക്കാരുടെ ഭാഗത്തിന് കിട്ടിയ വലിയ ഒരു നിയമപരമായ പിൻബലമായിരുന്നു. ശരി, ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതി ഇടപെടുന്നത്. കോടതി സർക്കാരിനോടൊരു കാര്യം വ്യക്തമായിട്ട് ആവശ്യപ്പെട്ടു. ഈ കുടിശ്ശിക തീർക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? വെറുതെ വാക്ക് പറഞ്ഞാൽ പോരാ, കൃത്യമായൊരു പ്ലാൻ വേണം. അതും ഒരു സത്യവാങ്മൂലമായിട്ട്, അതായത് നിയമപരമായി രേഖാമൂലം തന്നെ കോടതിയെ അറിയിക്കണം. അപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സമ്മർദ്ദം വന്നപ്പോൾ സർക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചത്? എന്തായിരുന്നു അവരുടെ മറുപടി എന്ന് നോക്കാം. ശരി, അപ്പോൾ സർക്കാർ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ ആ പ്ലാനിലെ തീയതികൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. 2022 ജൂലൈയിൽ കൊടുക്കേണ്ടിയിരുന്ന 3% DA വർധനവ് അത് കൊടുക്കുന്നത് എപ്പോഴാണെന്നറിയോ? 2025 ഓഗസ്റ്റിലെ ശമ്പളത്തിന്റെ കൂടെ. അതുപോലെ 2023 ജനുവരിയിൽ കൊടുക്കേണ്ട 4% അത് 2025 ഒക്ടോബറിലും. ചുരുക്കി പറഞ്ഞാൽ കിട്ടാനുള്ള പണത്തിനു വേണ്ടി ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കണം. ഇവിടെയാണ് അടുത്ത പ്രശ്നം. സർക്കാർ ഈ പറഞ്ഞ ഗഡുക്കളൊക്കെ കൊടുത്തു തീർത്താൽ പോലും കഥ തീരുന്നില്ല. ജീവനക്കാർക്ക് ശരിക്കും കിട്ടേണ്ട DAയുടെ ഏകദേശം 16% അപ്പോഴും കുടിശ്ശികയായിട്ട് അവിടെ ബാക്കി കിടക്കും. അതായത് സർക്കാർ മുന്നോട്ടുവെച്ച ഈ പ്ലാൻ ഒരു പൂർണ്ണമായ പരിഹാരമല്ല. അപ്പോ ഇത്രയൊക്കെ നടന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥയെന്താ? അതാണ് നമ്മളെ ഒരുതരം നിയമപരമായ സ്തംഭനാവസ്ഥയിലേക്ക്, ഒരു ഡെഡ് ലോക്കിലേക്ക് എത്തിക്കുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. ഹൈക്കോടതിയിൽ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരു ഫൈനൽ വിധി വന്നിട്ടില്ല. സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ ആ സത്യവാങ്മൂലത്തിനു വേണ്ടി കോടതി കാത്തിരിക്കുകയാണ്. അപ്പോ ജീവനക്കാരും സർക്കാരും തമ്മിലുള്ള ഈ വടംവലി ഒരു പരിഹാരവുമില്ലാതെ ഇപ്പോഴും തുടരുന്നു എന്ന സാരം.